മോണ്ടെവിഡിയോ, യുറുഗ്വേൻ്റെ തലസ്ഥാനമായ മോണ്ടെവിഡിയോയാണ് നമ്മൾ മലയാളി യാത്ര ഇപ്രാവശ്യം സന്ദർശിക്കുന്നത്. സൗത്ത് അമേരിക്കയിലെ എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടതാണ്. ചില രാജ്യങ്ങളിലൊക്കെ വിസ കിട്ടി, ചിലരൊക്കെ വിസ കിട്ടിയില്ല. യുറുഗ്വേൻ വിസ നമ്മൾ എംബസിയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് എടുക്കണം, പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഏകദേശം 2 മാസത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതൊരുത്തെ പ്രധാന ഒരു സ്ട്രീറ്റാണ് ഓൾഡ് ടൗൺ. കുറേ ഏരിയ ഉണ്ട്. വാഹനങ്ങൾ സാധാരണഗതിയിൽ ഇതിൽ ഒന്നും കാണുന്നില്ല. വാക്കിംഗ് സ്ട്രീറ്റ് തന്നെയാണ്. തിരക്ക് കുറഞ്ഞ ഒരു സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. സൗത്ത് അമേരിക്കയിലെ മറ്റ് വലിയ വലിയ സിറ്റികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ജനത്തിരക്ക് വളരെ കുറവാണ്. ജനങ്ങൾ വളരെ ഒരു മര്യാദയായിട്ട് നീങ്ങുന്ന ആൾക്കാരാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉള്ളതായിട്ട് കേട്ടിട്ടില്ല. ഞങ്ങളൊരു ദിവസം രാവിലെ ആണ് ഇവിടെ വന്നിറങ്ങിയത്. അപ്പോൾ ഇക്വഡോറിൽ പോകാനുള്ള അത്യാഗ്രഹം കൊണ്ട് ഇവിടുത്തെ എംബസിയിലൊന്ന് പോകാൻ തീരുമാനിച്ചു. ഇക്വഡോർ എംബസി, യുറുഗ്വേ. അങ്ങനെ ഉച്ചവരെയുള്ള സമയം പോയി കിട്ടി. ഇക്വഡോർ ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഏകദേശം പോകാമെന്ന് നമുക്കൊരു ധാരണയുണ്ടായി. ഇക്വഡോറിലെ ഈ വിസയാണ് നമ്മൾ അപ്ലൈ ചെയ്തത് ന്യൂഡൽഹിയിൽ. അത് റിജക്റ്റ് ചെയ്തു എന്നുള്ള മെസ്സേജ് വന്നു. വീണ്ടും അപ്ലൈ ചെയ്തു. ടൂറിസ്റ്റുകളായിട്ട് അങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുവന്നതിൽ ഇക്വഡോറിന് വലിയ താല്പര്യമില്ല. കാരണം 2019 വരെ ഇക്വഡോറിലേക്ക് വിസ ഓൺ അറൈവലായിരുന്നു ഇന്ത്യക്കാർക്ക്. അങ്ങനെ ഇക്വഡോറിൽ പോയി നിന്ന് പതുക്കെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് പതുക്കെ പനാമ വഴി US കടക്കുന്ന ഒരു മജോറിറ്റി ആൾക്കാർ, അതിൽ കൂടുതലും ഇന്ത്യക്കാരാണ്. അങ്ങനെ വിസ ഓൺ അറൈവൽ ഇക്വഡോർ നിർത്തലാക്കി. മാത്രമല്ല, വിസ ലഭ്യമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡിപ്പാർച്ചർ ഫീസ് എന്ന് പറയുന്ന ഒരു വലിയൊരു തുക ഈടാക്കുന്നുണ്ടെന്നും അങ്ങോട്ട് യാത്ര പോയ ഒരാളുടെ അടുത്തുനിന്ന് നമുക്ക് വിശ്വസനീയ രീതിയിലുള്ള ഒരു വിവരവും കിട്ടി. ഉറുഗ്വേയുടെ തലസ്ഥാനമായ മോണ്ടെവിഡിയോയിൽ പ്രധാനമായിട്ട് കാണാനുള്ളത് ഒന്ന് ഈ വാക്കിംഗ് സ്ട്രീറ്റ് പോലത്തെ നമ്മുടെ ഓൾഡ് ടൗണ്, പിന്നെ 2-3 സ്ക്വയറുകളാണ്. സോളിസ് തിയേറ്റർ എന്ന് പറയുന്ന വളരെ പഴക്കമുള്ളൊരു തിയേറ്ററുണ്ട്. പിന്നെ പ്ലാസ മാറ്റിസ്, പ്ലാസ സബാല, ഇൻഡിപെൻഡൻസ് പ്ലാസ, പിന്നെ നമ്മൾ മാർക്കറ്റ്, ചില മാർക്കറ്റുകളുണ്ട്. അതിൽ അഗ്രികൾച്ചർ മാർക്കറ്റുണ്ട്,
ലെജിസ്ലേറ്റീവ് പാലസ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത്. അത് ഞാൻ കണ്ടതും അത്രയേ ഉള്ളൂ. വേറെ ചില സൈറ്റുകളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് സമയക്കുറവ് മൂലം കാണാൻ പറ്റിയിട്ടില്ല. ഇതാണ് പ്ലാസ സബാല. ബ്രൂണോ മൗറിസിയോ ഡി സബാല എന്ന് പറയുന്ന ഉറൂഗ്വൻ നേതാവ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ സ്ക്വയർ ഉള്ളത്. നേതാവിൻ്റെ ഒരു സ്റ്റാച്യു ഇതിന് മേലെയുണ്ട്, കുതിരപ്പുറത്ത് നിൽക്കുന്നത്. നമ്മൾ ഈ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ കാണുന്ന എല്ലാവരും കുതിരപ്പുറത്ത് നിന്നിട്ടുള്ള രൂപങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ അതിൻ്റെ ഒരു ഗമ അങ്ങനെ കിട്ടിയുള്ളൂ. ഇത് അടുത്ത സ്ക്വയറാണ്, പ്ലാസ മാട്രിസ്. ഇതിൻ്റെ പ്രത്യേകത ഒരു ഫൗണ്ടൻ, 1871 സ്ഥാപിതമായ ഫൗണ്ടൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്. മാർബിൾ ശില്പങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ വെള്ളം ഇങ്ങനെ ഫൗണ്ടനായിട്ട് വരുന്നത്. ഇത് കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ്. സാന്റാ ലൂസിയ നദിയിൽ നിന്നാണ് ഈ വെള്ളം ഇങ്ങോട്ട് പമ്പ് ചെയ്യുന്നത്. പിന്നെ ഇരിപ്പിടങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നട്ടുച്ചയാണെങ്കിൽ മരത്തിൻ്റെ തണലുകൊണ്ട് ഒരു കൂൾ എഫക്റ്റാണുള്ളത്. നമ്മൾ ഏകദേശം നല്ല വെയിലുള്ള സമയത്താണ് അതിലേ പോയത്. നമുക്ക് പടങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഇത് ഇവിടുത്തെ ഒരു തിയേറ്ററാണ്, സോളിസ് തിയേറ്റർ. 1856 സ്ഥാപിതമായതാണ്. ലോകത്തിലുള്ള പ്രമുഖ ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് മോണ്ടിവീഡിയോ സിറ്റിയുടെ ഒരു പ്രധാന സ്ഥാപനമാണ്.
അടുത്ത നമ്മൾ ഇൻഡിപെൻഡൻസ് സ്ക്വയറിലേക്കാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു സ്ക്വയറാണിത്, പ്ലാസ ഇൻഡിപെൻഡൻസിയ. ഇവിടെ ഒരു പ്രധാന നേതാവിൻ്റെ ഒരു ശവകുടീരം, പിന്നെ അതിൻ്റെ ഒരു സ്റ്റാച്യു, ഹോസെ ഹെർവാസിയോ ആർട്ടിഗാസ്, അതാണ് യുറുഗൻ നേതാവിൻ്റെ പേര്. അവരുടെ ശവക്കല്ലറ കാണാം. കുതിരപ്പുറത്തിരിക്കുന്ന ഒരു സ്റ്റാച്യു കാണാം. മുമ്പ് പറഞ്ഞില്ല, കുതിരപ്പുറത്താണ് ഇതെല്ലാം എല്ലാവരും ഇരിക്കുന്നത്. ഇവിടെ പട്ടീനെ നടത്തിക്കരുത്, ഷൂ ഇട്ട് നടക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ വളരെ ലാവിഷായിട്ട് അദ്ദേഹം അതിൽ നടക്കുന്നുണ്ട്. ഇതിന് ചുറ്റിനും വളരെ പ്രധാനപ്പെട്ട ചില കെട്ടിടങ്ങളുണ്ട്. പ്രസിഡൻറ്റിൻ്റെ ഓഫീസാണ് ഒന്ന്, പലാസിയോ സാൽവ, അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിൽഡിംഗാണ്. പലാസിയോ സാൽവ ലാറ്റിൻ അമേരിക്കയിലെ അക്കാലത്ത് 1928 ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയിരുന്നു. സൗത്ത് അമേരിക്കയിലെ 27 നിലകളും 104 മീറ്റർ ഉയരവും ഉണ്ടായിരുന്നു. പിന്നെ കാലക്രമേണ പുതിയ പുതിയ ബിൽഡിങ്ങുകൾ വന്നു. പലാസിയോ സാൽവെ താഴോട്ട് വന്നു. ഇതിപ്പോൾ നമ്മൾ ലെജിസ്ലേറ്റീവ് പാലസിലെത്തിയിരിക്കുകയാണ്. 1925 സ്വാതന്ത്ര്യദിനം കിട്ടിയതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിതമായിട്ടുള്ളതാണ്. വളരെ കൃത്യമായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്ത് കയറി ടൂറൊക്കെ ഉണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും നടത്താൻ പറ്റില്ല. പുറമേ നിന്നുള്ള ചിത്രങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇതിൽ കുറേ ശില്പങ്ങളുണ്ട് ചുറ്റിനും. നിയമത്തിനെ സൂചിപ്പിക്കുന്നതും നീതിന്യായത്തെ സൂചിപ്പിക്കുന്നതും എല്ലാവരും ഭരണത്തിന് അധീനനാണെന്നുള്ള സൂചിപ്പിക്കുന്നതായിട്ട് കുറേ ശില്പങ്ങൾ കാണാം. അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നും കൂടാതെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഇത് പല മാർക്കറ്റുകളിൽ ഒന്നാണ്. അഗ്രികൾച്ചർ മാർക്കറ്റ് എന്ന് പറയും.
മെർക്കാഡോ അഗ്രിക്കോള ഡി മോന്റെവിഡിയോ, MAM അങ്ങനെയാണ് ഇത് പ്രധാനമായിട്ട് അറിയപ്പെടുന്നത്. അഗ്രികൾച്ചർ മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്നെങ്കിൽ പോലും അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾ മാത്രമല്ല, വലിയൊരു മാർക്കറ്റാണ്. ടൂറിസ്റ്റുകൾക്കും സ്വദേശീയ ആൾക്കാരും ധാരാളം റിലാക്സ് ചെയ്യാനും റെസ്റ്റോറൻറ്റുകളുണ്ട്, പച്ചക്കറികളുണ്ട്, എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും. വീഡിയോ കണ്ടതിന് വളരെ നന്ദി. സൗത്ത് അമേരിക്കയിലെ മറ്റ് ഒരു സിറ്റിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.